മാത്രമല്ല മെസ്സി ഈ ടൂർണമെന്റിൽ 39ാമത്തെ വയസ്സിൽ മെസ്സി കളിക്കുമ്പോൾ 8 ഗോളും 4 അസിസ്റ്റുമായിട്ട് ആ ടൂർണമെന്റിന്റെ ഒരു താരമായിട്ട് തന്നെയാണ് പോകുന്നത്, അല്ലാതെ വെറും കൈയോടെ മടങ്ങിയല്ല. തുടർച്ചയായ രണ്ടാം കിരീടമെന്ന അർജന്റീനയുടെ സ്വപ്നം പൊലിഞ്ഞിരിക്കുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്പെയിനോട് അവർ തോറ്റിരിക്കുകയാണ്. വലിയ നിരാശയാണ് അർജന്റീന ആരാധകർക്കുള്ളത്. ഒരു തുടർച്ചയായ വിജയം അവർ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇന്ന് ഒരു കളം നിറഞ്ഞ് കളിക്കാൻ പോലും മെസ്സിക്കും സംഘത്തിനും കഴിഞ്ഞില്ല എന്നതാണ് നിരാശപ്പെടുന്നത്. കപ്പ് കിട്ടാത്തതിൽ നിരാശ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ 2021 മുതലുള്ള അർജന്റീന എടുത്തു നോക്കിയാൽ വളരെ അഭിമാനമാണ്. 5 ഫൈനലുകൾ ഇപ്പോൾ കളിച്ചു. ആദ്യത്തെ ലോകകപ്പ് 2 ഫൈനൽ വന്നു, 2 കോപ്പ വന്നു, ഒരു ഫൈനലിസ്റ്റും വന്നു. അതിൽ 4 പ്രാവശ്യം ജേതാക്കളായിട്ടുണ്ട്. മാത്രമല്ല 98 മുതൽ അർജന്റീനയുടെ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പരാജയങ്ങൾ കണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു വന്ന ആളുകളാണ്. പക്ഷേ 2021 ശേഷം അർജന്റീന വളരെ ടീമിനെ പറ്റി വളരെ അഭിമാനമാണ്. തോറ്റയിൽ ചെറിയൊരു നിരാശയുണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും അഭിമാനത്തോടു കൂടി. കാരണം ഫൈനലിൽ ബാക്ക് ടു ബാക്ക് 2 തവണ ഫൈനലിൽ എത്തിയത് ഒരു ഫാൻസിൽ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ള കാര്യമാണ്. മാത്രമല്ല മെസ്സി ഈ ടൂർണമെന്റിൽ 39ാമത്തെ വയസ്സിൽ മെസ്സി കളിക്കുമ്പോൾ 8 ഗോളും 4 അസിസ്റ്റുമായിട്ട് ആ ടൂർണമെന്റിന്റെ ഒരു താരമായിട്ട് തന്നെയാണ് പോകുന്നത്, അല്ലാതെ വെറും കൈയോടെ മടങ്ങിയല്ല. സത്യമാണ്, ഫൈനലിൽ അവർ എല്ലാ രീതിയിലുള്ള ഒരു പ്രതിരോധം വളരെ ശക്തമാക്കി. പക്ഷേ അർജന്റീന കാണാതെ പോരുത്. ഈ 10 to 11 കളിച്ചിട്ട് അർജന്റീന ലാസ്റ്റ് 106 15 ഓളം 20 മിനിറ്റോളം ആ ഇതിൽ അവരെ പിടിച്ചു വെച്ചു. ഒറ്റ ഗോളിനാണ് പരാജയപ്പെട്ടത്. പക്ഷേ ബെറ്റർ കളി കളിച്ചത് സ്പെയിനാണ്. അതിന് സ്പെയിനിനെ അഭിനന്ദിക്കുന്നു. സ്പെയിൻ നല്ല കളി, ഇന്നത്തെ കളിയിൽ സ്പെയിനായിരുന്നു അർജന്റീനയേക്കാൾ മുകളിൽ വന്നത്. പക്ഷേ അർജന്റീന ഡിഫൻസ് ഒന്നും പറയാനില്ല, വളരെ സൂപ്പറാണ്. അതുകൊണ്ട് സ്പെയിനിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. സ്പെയിനിന്റെ ആരാധകർ വലിയ സന്തോഷത്തിലാണ്. അവരൊരു പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയാണ്. വമ്പൻ ഡോമിനേഷൻ ഉണ്ടാവുന്ന ആദ്യം അറിയുന്നതായിരുന്നു. പിന്നെ ലമീൻ യമാലിന്റെ ഫസ്റ്റ് ബാലൻ ഡി ഓർ ആയിരിക്കും. അത്ര തന്നെ പറയണം. Actually, defense was solid. The possession game, and the Spain was playing very well. Actually, was so good. Actually, I think where is Messi? That's what I want to say. Where is Messi? Yeah, he was in the pocket. Yeah, that's it. Espanyol. സ്പെയിനിന്റെ ആരാധകർക്ക് വലിയ സന്തോഷത്തിലാണ്. അവരതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നുമുണ്ട്. എന്തായാലും അതിമനോഹരമായ ഒരു മത്സരം. പക്ഷേ മെസ്സിക്കും കൂട്ടർക്കും ഇന്ന് കാര്യമായ രീതിയിൽ ഒന്നും പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു നിരാശ അർജന്റീനൻ ആരാധകർ പങ്കുവെക്കുന്നു. അതേസമയം സ്പെയിനിന് അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. കോഴിക്കോട് നിന്ന് നിഖിലിനൊപ്പം സമീർ സിംഹമ്മദ്, മീഡിയ.